ന്യൂസ് മലയാളം പുറത്തു കൊണ്ടുവന്ന അവയവ കച്ചവട വാർത്തയിൽ പുതിയ വെളിപ്പെടുത്തലുകൾ. അവയവ കച്ചവടത്തിനായി ഏജന്റുമാർ നിരവധി പേരെ കൊണ്ടുപോയതായി വൃക്ക നൽകി ഇടുക്കി സ്വദേശി കണ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഏജന്റിന്റെ പേര് വെളിപ്പെടുത്തിയാൽ ജീവൻ അപായത്തിലാകുമെന്നും ഭയമുണ്ടെന്നും കണ്ണൻ കൂട്ടിച്ചേർത്തു. ഇടുക്കി അറക്കുളം പഞ്ചായത്തിൽ 6 വർഷത്തിനിടെ നിയമവിരുദ്ധമായി വൃക്ക നൽകിയത് 23 പേരെന്നാണ് കണ്ണന്റെ വെളിപ്പെടുത്തൽ. മൂലമറ്റത്ത് നിന്ന് 7 പേർ വൃക്ക നൽകിയതായി അറിയാമെന്നും കണ്ണൻ പറഞ്ഞു. റേഡിയോ കൊടുത്തായിട്ട് എനിക്കറിയാം. ഇവിടെ നിന്ന് ഈ ഭാഗത്തുള്ളവരുടെ ഈ കോളനി പരിശുദ്ധമാണോ? ഈ ഭാഗത്തുള്ളതല്ല, അവിടെ ഇവിടെയൊക്കെ ഉള്ളവരായിട്ട് 7 പേരെ എനിക്കറിയാം. പക്ഷെ അതിൽ കൂടുതൽ ആൾക്കാർ ഇവിടുന്ന് പോയിട്ടുണ്ടെന്ന്. ഇവിടെ നിന്നല്ല, വണ്ണപ്പുറം പിന്നെ ആ ഭാഗത്ത് ഈ ഭാഗത്തുനിന്നൊക്കെ പോയിട്ടുണ്ടെന്ന്. കുറേ ഉണ്ട്. അവയവ കച്ചവടം സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് സംഘം മൊഴിയെടുത്തിരുന്നു. അറിയാവുന്നതെല്ലാം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം വൃക്കയും ഭാര്യയുടെ വൃക്കയും നൽകിയതിന് 10 ലക്ഷം രൂപയായിരുന്നു വാഗ്ദാനം. ഷാജി എന്ന ഏജന്റ് വഴിയാണ് ഭാര്യയുടെ വൃക്ക നൽകിയത്. ആശുപത്രിയുമായി ഷാജിക്ക് നേരിട്ട് ബന്ധമുണ്ട്. മൊത്തം അവർ തന്നേക്കുന്ന 5 പറഞ്ഞത്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പിന്നെ ഇടയ്ക്ക് ചിലവ് അതിനൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 1.5 ഒക്കെ അതിൽ ചിലവാകും. അങ്ങനെ ഒരു 3.5 കൈ കിട്ടും. പെണ്ണുമ്പുഴയുടെ കയ്യിൽ പോയപ്പോൾ 4 കിട്ടി, എൻ്റെ കയ്യിൽ ഒരു 3 കിട്ടി. അതിനവരെ കുറിച്ച് വേറെ കുറ്റമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കറക്റ്റ് പൈസ ഒക്കെ തരുന്നത്, അതൊക്കെ ശരിയാണ്. നമ്മൾ വരുമ്പോൾ നമുക്ക് ചിലവിൻ്റെ കാര്യം എല്ലാം നടക്കുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിനൊന്നൊരു അവർ പറഞ്ഞ പൈസ തരുന്നുണ്ട്. അറക്കുളത്ത് നിന്ന് ആളുകളെ നൽകിയ ഇടനിലക്കാരനെ അറിയാമെന്നും പേര് വെളിപ്പെടുത്തിയാൽ ജീവൻ അപായത്തിലാകുമെന്നും കണ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കൊടുത്ത ആൾക്കാരെ അറിയാം, ഞാൻ പറയത്തുമില്ല. പിന്നെ പറഞ്ഞാൽ പിന്നെ ഞാൻ മൂലടുത്ത് എന്നെ ഇവിടെ വെച്ചേക്കില്ല അവന്മാർ. അതിൻ്റെ ആവശ്യമുണ്ടോ? വൃക്ക നൽകി പണം വാങ്ങിയെങ്കിലും ബാധ്യതകൾ ഒഴിഞ്ഞിട്ടില്ല. 2 സെന്റ് സ്ഥലത്തിലെ വീട് നിർമ്മാണം പാതി വഴിയിലാണെന്നും കണ്ണൻ പറയുന്നു. ഞങ്ങളിങ്ങനെ ഇവിടെ നിന്ന് ഞാൻ ചോദിച്ചു, നമുക്കൊരു നീ വേണമെങ്കിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുക, നമുക്കൊന്ന് വീടൊക്കെ ഒന്ന് തീർക്കാം വാർത്ത. അങ്ങനെ കൊടുത്താൽ ബാധ്യത ഉണ്ടായിരുന്നു, കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം വീട്ടിൽ ഒന്ന് ഇതായത്. ഇത് തന്നെ ഇത് നിൽക്കുക. ഈ പണം കിട്ടിയിട്ട് ഇത് തീർക്കാനൊന്നും ഒത്തില്ലല്ലോ? ഇല്ല, ഒത്തില്ല. ന്യൂസ് മലയാളം പുറത്തുവിട്ട അവയവച്ചന്തയിലെ ലേലം വിളികൾ എന്ന വാർത്തയെ തുടർന്ന് നിരവധി പേരാണ് അവയവ കച്ചവടത്തെക്കുറിച്ച് വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നത്. ഹോസ്പിറ്റലായിട്ട് ബന്ധമുള്ള പുള്ളിക്ക് കുറേ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവരാണ് ഞങ്ങളായിട്ട് ഇടപെടുന്നെല്ലാം ചെയ്യുന്നത്. കഴിഞ്ഞ ക്രൈംബ്രാഞ്ച് വന്നു. ഞാൻ പറയത്തില്ല, അവർക്കറിയാം. എൻ്റെ വായോണ്ട് ഞാൻ പറയത്തില്ല. അവർക്കറിയാം ആരാ നിൻ്റെ ആളെന്ന്. എൻ്റെ അടുത്ത് അവർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയും, ഞാൻ ഉള്ളത് സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കറിയാം ആളാരാന്ന്. ഇടുക്കിയുടെ ഒരു പ്രദേശത്ത് മാത്രം നടന്ന അവയവദാനത്തെ പറ്റിയുള്ള കണക്ക് വിവരങ്ങൾ കണ്ണന് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ഏജന്റുമാരുടെ അടക്കം പേരുകൾ വെളിപ്പെടുത്താൻ കണ്ണൻ ഭയപ്പെടുന്നു. അത്രത്തോളമുണ്ട് അവയവ റാക്കറ്റിന്റെ വലിപ്പം. ക്യാമറമാൻ MN നിതീഷിനൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.